ആദ്യം ശ്രീ ഫിലിപ്പ് ജോസഫ്, മുനമ്പത്തെ ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും പറ്റിച്ചു എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് സിറോ മലബാർ സഭയും ഒരു സംശയം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ്, നിരാശ പ്രകടിപ്പിക്കുകയാണ്. ഇതുവരെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും, വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കില്ല എന്ന് വന്നിരിക്കുകയല്ലേ. അതിനിടെയാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് മുനമ്പം സമരസമിതിയെ. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയുവാനുള്ളത്? യഥാർത്ഥത്തിൽ മുനമ്പം പ്രശ്നം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ പരിഹരിക്കാൻ പറ്റില്ല എന്നാണ്? നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മുനമ്പം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ പരിഹരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അത് തികച്ചും തെറ്റാണ്. പിന്നെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞങ്ങളോ മുനമ്പത്തുകാരോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല മുനമ്പത്തെ ബി.ജെ.പി പറ്റിച്ചെന്ന്. മുനമ്പത്തെ ബി.ജെ.പി രക്ഷിച്ചെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്ന ഉറപ്പ് മാത്രം മതി ഞങ്ങൾക്ക് പറയാൻ മുനമ്പത്തെ ബി.ജെ.പി രക്ഷിച്ചെന്ന്. അല്ലാതെ ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. പ്രധാനമന്ത്രിയെ കാണാനുള്ളത് ഞങ്ങൾ ഇന്നൊന്നും ചർച്ച ചെയ്ത കാര്യമല്ല. ഈ കിരൺ റിജിജു കേരളത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാർ, അദ്ദേഹം പുതിയ പദവി ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി മുനമ്പം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ഒരു കാഷ്വൽ ടോക്കിൽ അദ്ദേഹത്തിനോട് ഒരു അഭ്യർത്ഥന വെച്ചതാണ്. അതൊരു 10 ദിവസം മുമ്പാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഞങ്ങൾക്കൊന്ന് മോദിജിയെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾ വെറുതെ ഒരു കാഷ്വലിൽ ചോദിച്ചു. ബട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരവ് വന്നു, മോദിജിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തു. 12-ാം തീയതി ഞങ്ങളുടെ ട്രിപ്പായിരുന്നു. പക്ഷെ പിന്നീട് രാജീവ്ജി ഞങ്ങൾ മോദിജിയുടെ ഓഫീസായിട്ട് കണക്ട് ചെയ്തു തന്നു. അപ്പൊ അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫിക്സ് ചെയ്തേക്കുന്ന ഡേറ്റ്, കാരണം മോദിജിയുടെ ആഗ്രഹം ഞങ്ങളെ മുനമ്പത്തുള്ള ഈ സമരസമിതിയിലുള്ള 15ഓളം പേരെ അദ്ദേഹം ക്ഷണിച്ചിട്ട് ഒരു ചായ സൽക്കാരം തരാൻ വേണ്ടിയായിരുന്നു. അത് ഈ കിരൺ റിജിജു വരുന്നതിന് മുമ്പായിരുന്നു. 12-ാം തീയതി ആയിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് വേറെ ഏതോ 2-3 ഡെലിഗേഷൻസ് ഉള്ളത് കാരണം, സമയത്തിൽ വ്യത്യാസം വന്നത് കാരണമാണ് അത് മാറ്റിവെച്ചത്. പിന്നീട് ഇത് ഞങ്ങൾക്കുള്ള കാര്യം പിന്നീട് വീണ്ടും ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങളാണ് അങ്ങോട്ട് ഒരു അഭ്യർത്ഥന വെച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് വിശുദ്ധവാരം നടക്കുകയാണ്. പിന്നെ ഈസ്റ്റർ വരെയും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശുദ്ധവാരത്തിൻ്റെതായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. പിന്നെ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല മോദിജി പറ്റിച്ചെന്നുള്ളത്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ കിരൺ റിജിജു വന്നപ്പോൾ ഈ മുനമ്പത്തെ സഹായിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചത്? വഖഫ് ഭേദഗതി നിയമത്തിന്റെ ബലത്തിൽ തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, സുപ്രീം കോടതിയിൽ പോകുവാനുള്ള അല്ലെങ്കിൽ കോടതിയിൽ പോകുവാനുള്ള ഒരവസരം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ വന്നിരിക്കുകയാണ് എന്നാണ്. കാരണം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ നിങ്ങളുടെ ഹർജി തള്ളിയാൽ പോലും അവിടെ ഹൈക്കോടതിയെ സമീപിക്കാം, അവിടെ നിന്ന് വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. അങ്ങനെ കോടതി വ്യവഹാരങ്ങൾക്ക് വഴി തുറന്നിട്ട് തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈകിട്ട് മുനമ്പത്ത് വന്നപ്പോൾ ഇതിനേക്കാൾ ശക്തമായ ഒരു ഉറപ്പ് നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഏത് വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഉച്ചകാലത്തെ വാർത്താ സമ്മേളനം ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷവും അദ്ദേഹം കാരണം മുനമ്പം ഭൂമി ഈ അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് ഒരു കോടതി വ്യവഹാരത്തിലൂടെ പോകുന്ന ഒരു ഭൂമിയാണ്. ഒരു അമെന്റ്മെന്റ് ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയ അമെന്റ്മെന്റ് ഇറക്കിയിട്ട് 10 ദിവസമേ ആയിട്ടുണ്ട്. പ്രസിഡന്റ് പബ്ലിഷ് ചെയ്തത് ഗസറ്റ് ആയിട്ട് വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു 10 ദിവസം കൊണ്ട് ഈ കാര്യം സോൾവ് ആകും, ഞങ്ങൾക്കറിയാം ഇത് വ്യവഹാരത്തിലൂടെ പോകുമെന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് വഖഫ് ഭൂമിയല്ല. കേരളത്തിലെ ഒരു കോടതിയും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാമചന്ദ്രൻ കമ്മീഷൻ. ആദ്യത്തെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ രാമചന്ദ്രൻ കമ്മീഷൻ ആദ്യമായി മുനമ്പത്ത് വന്നിട്ട് ഞങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്ക്, ഇന്ത്യയിൽ ഒരു കോടതിയും ഇത് വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേക്കണെന്ന് പറഞ്ഞാൽ അന്യായമായി വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഡ്രക്കോണിയൻ ഓർഗനൈസേഷൻ അന്യായമായി കളവിലൂടെയാണ് ഞങ്ങളുടെ അവരുടെ ആസ്തി വിവര പട്ടികയിലേക്ക് ഞങ്ങളെ ചേർത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് കൈപിടിച്ചു തന്ന ഒരു ഉറപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തരുന്നത് മോദിജിയുടെ ഉറപ്പാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങളോട് പറയുന്നത്, അദ്ദേഹം ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈം തന്നിട്ടുണ്ട്. വിത്തിൻ 3 weeks we will start solving your problem. ഞങ്ങൾക്ക് 3 weeks അല്ല, ഞങ്ങൾക്ക് 6 months പോയാലും കുഴപ്പമില്ല. ബിക്കോസ് ഓൾറെഡി ഞങ്ങൾ 2.5 വർഷം ഈ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുനമ്പത്തിന്റെ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ചില കാര്യങ്ങൾ വന്നിരുന്നു, സംശയം ഉണ്ട് എന്ന രീതിയിലാണ്. താങ്കൾ പറഞ്ഞതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ പറഞ്ഞത്. വന്നിരുന്നല്ലോ. ഞങ്ങളുടെ സമരസമിതിയിൽ ഒരു മെമ്പർ, ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു മെമ്പർ, മീഡിയ 1 ചാനൽ അദ്ദേഹത്തിന് വിളിച്ച് ഈ ഒരു കാര്യം, അതായത് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കുകൾക്കിടയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, വളച്ചൊടിച്ച രീതിയിൽ ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യം വരെയാണ് നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം അറിയുന്നില്ല ഈ ഒരു കാര്യത്തിൽ നിന്നാണ് ചോദിച്ചത്. ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പിന്നീട് ആ ഒരു കാര്യം എടുത്ത് അദ്ദേഹത്തിന്റെ പേരിലിട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് മറിച്ചു. പക്ഷേ ഞങ്ങൾക്കും ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്തിങ്ങനോട്. പക്ഷെ പിന്നീട് കിരൺ റിജിജു വന്ന് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിൽ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി അദ്ദേഹം എന്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് മൈ വേർഡ്, ഐ എം ഗിവിംഗ് യു മോദിജീസ് വേർഡ്സ്. സോ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉറപ്പ് കിട്ടുമ്പോ പിന്നെ ഞങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ചിന്തിക്കണം? ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോദിജിയുടെ ഇൻവിറ്റേഷൻ കിട്ടി. ഞങ്ങൾ ഈ സാധാരണ, ഞാനൊരു മത്സ്യത്തൊഴിലാളിയല്ല, ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്, ഞാനൊരു പ്രവാസിയായിരുന്നു. 24 വർഷം പ്രവാസ ജീവിതം ജീവിച്ച ഒരു മനുഷ്യൻ വീട്ടിൽ വെക്കേഷൻ വന്നപ്പോ എന്റെ വീടും ഇതിനകത്ത് പെട്ടെന്ന് വന്നപ്പോ ഞാൻ എന്റെ സമരത്തിന്റെ കൂടെ ചേർന്നതാണ്. അപ്പോ ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾ മോദിജിനെ കാണാൻ പോകുന്ന സന്തോഷവും, ഞങ്ങൾ മോദിജിനെ, അല്ലാതെ ഞങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എഫക്ട് ചെയ്യില്ല. വി ഡോണ്ട് കെയർ. പക്ഷേ ഫിലിപ്പ്, മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് സിറോ മലബാർ സഭ. ഇപ്പോൾ പക്ഷേ സിറോ മലബാർ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് നിരാശയുണ്ട് എന്നാണ്. സഭ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ്. ഫാദർ വടക്കേക്കരയുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. സീറോ മലബാർ സഭ ഒരു ഒറ്റ വ്യക്തിയല്ല, ഫാദർ വടക്കേക്കരയല്ല സീറോ മലബാർ സഭ. സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ. ഫാദർ വടക്കേക്കര പറയുന്നത് ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളാണ്. കാരണം ഫാദർ വടക്കേക്കരയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ ഇപ്പൊ ഈ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളാണ്. എനിക്കില്ലാത്ത ടെൻഷൻ എന്താണ് സീറോ മലബാർ സഭയ്ക്കോ അല്ല ഫാദർ വടക്കേക്കരയ്ക്കുള്ളത്? ഞാൻ ഇപ്പൊ ഈ ഡ്രാക്കോണിയൻ ലോ നിലവിൽ വരികയാണെങ്കിൽ വീട് നഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. എനിക്കില്ലാത്ത വിഷമം, എനിക്കില്ലാത്ത ആശങ്ക, എനിക്കില്ലാത്ത സങ്കടം അതെനിക്ക് പറയാം. അത് ഓരോരുത്തരുടെ അഭിപ്രായം പറയും. ഇതൊരു ഒരു ഡെമോക്രസിയാണ്, ആർക്കും ആരുടെയും കാര്യങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾക്ക് തികച്ചും ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. BJP ഞങ്ങളെ പറ്റിച്ചിട്ടില്ല. മുനമ്പം സമരസമിതിയുടെ ഔദ്യോഗികമായ നിലപാട് തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരസമിതിയുടെ ഔദ്യോഗിക നിലപാടാണ്. സമരസമിതി എല്ലാവരും കൂടിയാണ് എന്നെ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് വിട്ടതും തന്നെ. ശരി, ശ്രീ CK